എം.ടി. രമേശ്, രാജ്യമൊട്ടാകെ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് വാദിക്കുകയാണ് ബി.ജെ.പി. പ്രത്യേകിച്ച് മോദി കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഒരു പ്രമേയം കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ പറയുന്ന ഘട്ടത്തിൽ നിങ്ങൾ തന്നെ 2-3 ഉപതെരഞ്ഞെടുപ്പുകൾക്ക് വഴിവെക്കുമ്പോൾ അതിനെങ്ങനെയാണ് ന്യായീകരിക്കുന്നത്? ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ ബാക്കി 3 പേര് പറഞ്ഞ കാര്യങ്ങളോടൊന്ന് പ്രതികരിച്ചു പോകാം. ഒന്ന്, മുഹമ്മദ് റിയാസ് കുറേ വിഷയങ്ങൾ പറഞ്ഞു. ആ വിഷയങ്ങളൊക്കെ സത്യത്തിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ദളിത് വിദ്യാർത്ഥികൾക്ക് ഏറ്റുവാങ്ങേണ്ട പീഡനം. മുഹമ്മദ് റിയാസ് ആ പട്ടികയിൽ, മുത്തുകൃഷ്ണൻ്റെ പട്ടികയിൽ കോട്ടയം നാട്ടകം പോളിടെക്നിക്കിൽ അവിനാശിൻ്റെ പേരെഴുതണം. ലോ അക്കാഡമിയിൽ വിവേക് എന്ന് പറയുന്ന സഖാവിൻ്റെ ASFൻ്റെ യൂണിറ്റ് നേതാവിൻ്റെ പേരെഴുതണം. ദളിത് വിദ്യാർത്ഥിയായി പോയതിൻ്റെ പേരിൽ എങ്ങനെയാണ് പീഡനം ഏറ്റുവാങ്ങിയത് എന്നുള്ള ഇതൊക്കെ നാം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്ക് മുമ്പിൽ എങ്ങനെയാണ് പണമുള്ളവർക്ക് മാത്രം പഠിക്കാനുള്ള കേന്ദ്രമായി കേരളത്തിലെ സ്വാശ്രയ മാനേജ്മെൻറ്റുകൾ മാറി, എങ്ങനെയാണ് സംഭവം ഉണ്ടായത്, കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം? മുഹമ്മദ് റിയാസിന് BJP കുറിച്ച് പറയാം. അല്ല, നിങ്ങൾ സമയം ഉണ്ടാക്കണം. ഈ ഇരിക്കുന്ന 3 പേർക്ക് BJP കുറിച്ച് എന്തും പറയാം, അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് എന്നെ വിളിക്കണം? ഞാൻ അങ്ങനെ വരണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധമില്ലല്ലോ. നിങ്ങൾ 3 പേര് പറയുമ്പോൾ അവർക്ക് ആവശ്യമായ സമയം കൊടുത്തല്ലോ. എനിക്ക് പറയാനുള്ള സമയം എനിക്ക് തരണം. അതുകൊണ്ട് മുഹമ്മദ് റിയാസ് ഈ കാര്യങ്ങളൊക്കെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടട്ടെ. പിന്നെ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്തു? 52 ലക്ഷം പേരാണ് സൗജന്യ ഗ്യാസ് കണക്ഷൻ്റെ ഗുണഭോക്താക്കളായി UP-യിൽ മാത്രം മാറിയിട്ടത് 52 ലക്ഷം ആളുകളാണ്. ആ 52 ലക്ഷത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ് പാവപ്പെട്ടവരുടെ കൂടെയാണെന്ന് പറഞ്ഞുകൊണ്ട് BJP-ക്ക് വോട്ട് രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ഉത്തർപ്രദേശിലെ പാവപ്പെട്ട ആളുകൾ മുഹമ്മദ് റിയാസിന് അവരവിടെ മത്സരിച്ചിട്ടില്ല. കോൺഗ്രസിനും SP-ക്കും BSP-ക്കും അല്ല, ഞങ്ങൾക്കാണ് വോട്ട് ചെയ്തത്. അങ്ങനെ വോട്ട് ചെയ്തവരെ വഞ്ചിച്ചു എന്നതായിരുന്നല്ലോ ആദ്യത്തെ ചോദ്യം. ഞാൻ ചോദിച്ച ഈ ചോദ്യത്തിലേക്ക് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിന് വഴിവെച്ചത് എങ്ങനെയാണ് ന്യായീകരിക്കുക ശ്രീ എം.ടി. രമേശ്? അല്ല, അത് ഈ രാജ്യത്തെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതാണ്. MP-മാർ മുഖ്യമന്ത്രിമാരാകാറുണ്ട്, സ്വാഭാവികമാണ്. അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല മറ്റു പല സംസ്ഥാനത്തും നടക്കുന്നുണ്ട്. അതങ്ങനെ നിയമം വന്നാൽ നമുക്ക് പ്രാവർത്തികമാക്കാമല്ലോ. നിയമത്തിന് വേണ്ടി വാദിക്കുകയാണല്ലോ ബി.ജെ.പി. ഇപ്പോൾ പാർലമെന്റിൽ പ്രമേയം കൊണ്ടുവരികയും ചെയ്തു. മറ്റു പാർട്ടികളുടെ അഭിപ്രായം തേടുന്നു. ഇതൊക്കെ ചെയ്യുന്ന ഘട്ടത്തിൽ ഇതിനൊരു വഴിവെക്കുന്നത് എങ്ങനെ ന്യായീകരിക്കും? അല്ല, നിങ്ങൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറയാൻ എന്നെ അനുവദിക്കാത്ത പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ഓരോ ചോദ്യത്തിനും ഞാൻ ഉത്തരം തരാം, സമയം തരണം. രണ്ടാമത് ഫസൽ ഗഫൂറിലേക്ക് ഞാൻ വരാം. ബഹുമാനപ്പെട്ട ഫസൽ ഗഫൂർ, കുറേ നേരമായാലോ കണക്കുണ്ട്. നിങ്ങളുടെ അടുത്ത് എന്ത് കണക്കാണ് ഉള്ളത്? നിങ്ങളുടെ അടുത്ത് ഒരു കണക്കുമില്ല സാർ. ഉത്തർപ്രദേശിലെ മുസ്ലിം സമൂഹം BJP-ക്കാണ് വോട്ട് ചെയ്യുന്നത്. BJP-യുടെ കണക്ക് നിങ്ങൾ വിശ്വസിക്കണ്ട. ടൈംസ് നൗ എന്ന് പറയുന്ന ദേശീയ മാധ്യമത്തിന്റെ മുമ്പാകെ ഉത്തർപ്രദേശിലെ വോട്ട് ചെയ്ത മുസ്ലിം സ്ത്രീകൾ അവരുടെ ചൂണ്ടുവിരലിലെ മഷി രേഖപ്പെടുത്തിയ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ ക്ലിപ്പിംഗ് യൂട്യൂബിൽ പരിശോധിച്ചാൽ ഫസൽ ഗഫൂറിന് കിട്ടും. ആ മുസ്ലിം സ്ത്രീകളാണ് പറഞ്ഞത് ഈ പ്രാവശ്യം ഞങ്ങൾ BJP-ക്കാണ് വോട്ട് രേഖപ്പെടുത്തത്, അല്ലാണ്ട് BJP-കാരന്റെ ഭാഗമല്ല. അതുകൂടി നിങ്ങൾ പരിശോധിക്കണം. പിന്നെ രാമക്ഷേത്രത്തിലെ കാര്യം, രാമക്ഷേത്രത്തിൽ സത്യത്തിൽ അലഹബാദ് ഹൈക്കോടതി വിധി രാമക്ഷേത്ര ശിലാന്യാസ സമിതിക്ക് അനുകൂലമാണ്. അതിനെതിരായിട്ട് എതിർ കക്ഷികളാണ് അപ്പീലിന് പോയത്. ആ അപ്പീലാണ് പരിഗണിക്കപ്പെടുന്നത്. പിന്നെ ഞങ്ങൾ എന്തിന് കോടതി വിധി കാക്കാതിരിക്കണം? കോടതി വിധി അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടാണ് അലഹബാദ് ഹൈക്കോടതി വിധി ഉണ്ടായത്. അതിന്റെ അപ്പീലാണ്. ആ വിധി വരട്ടെ. ആ വിധി സ്വാഭാവികമായിട്ടും ശിലാന്യാസ സമിതിക്ക് അനുകൂലമാകും എന്നാണ് പ്രതീക്ഷ. അതുകൊണ്ട് അതുവരെ കാത്തിരിക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. 2019 ചോദ്യം തീർച്ചയായും അത് വളരെ പെട്ടെന്ന് 9:27 എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് വരിക എന്നുള്ളൊരു പുതിയ ഐഡിയയാണ്. അത് BJP മുമ്പോട്ട് വെച്ചു. കോൺഗ്രസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ സമവായം ഉണ്ടായാൽ മാത്രമേ അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തൂ. അങ്ങനെ തീരുമാനമുണ്ടായാൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ഇപ്പം അങ്ങനെ തീരുമാനം ഉണ്ടായിട്ടില്ലല്ലോ. ശ്രീ KV തോമസ്, 2019 തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക ചേരുവയായിരിക്കും. വർഗീയത പ്ലസ് വികസനം, ആ അജണ്ട കൃത്യമായി നടപ്പാക്കുകയാണ് BJP. അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇനി എന്ത് ശ്രമങ്ങളാണ് നടത്തുക? കോൺഗ്രസ് എന്ന ഒറ്റ പാർട്ടിയിൽ ഒതുങ്ങി നിൽക്കാനാണോ, അതോ ഒരു വലിയ സഖ്യം ഇനിയെങ്കിലും ഉയർത്താൻ അതിന് മുൻകൈ എടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുമോ? ഒരു മഹാസഖ്യത്തിന് വേണ്ടി ജനാധിപത്യ മതേതരത്വ പാർട്ടികൾ ഒന്നിച്ചു നിർത്താനുള്ള ചർച്ചകൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ പ്രധാന പ്രശ്നങ്ങളെല്ലാം തമസ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വിലക്കയറ്റം, അഭൂതപൂർവമായ വിലക്കയറ്റം വന്നിരിക്കുന്നു.
അത് പുറത്തു കൊണ്ടുവരാൻ കഴിയുന്നില്ല. മാധ്യമങ്ങൾ പോലും കൊടുക്കുന്നില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ വില ഒന്ന് താരതമ്യപ്പെടുത്തി ന്യൂസ് കൊടുക്കാൻ ഇവിടെ മാധ്യമങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ പാർലമെൻറ്റ് തൊട്ടടുത്ത റിസർവ് ബാങ്കിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിനാണ് നമ്മുടെ NRIക്കാർ ക്യൂ നിൽക്കുന്ന, അവരുടെ കയ്യിലിരിക്കുന്ന നോട്ട് മാറ്റാൻ ഒരു വാർത്ത പുറത്ത് വരുന്നില്ല. അപ്പോൾ 2.5 വർഷക്കാലം കൊണ്ട് നമ്മൾ കണ്ടൊരു വലിയ മാറ്റം. നമ്മുടെ മാധ്യമരംഗത്തുണ്ടായിരുന്ന വലിയ സ്വാതന്ത്ര്യം, നമ്മുടെ നീതിന്യായ പീഠങ്ങൾക്ക് സ്വാതന്ത്ര്യം, ഇതൊക്കെ എല്ലാം ഒരു ബലം പ്രയോഗിച്ച് മൂടപ്പെടുന്നത് കാഴ്ച നമ്മൾ കാണണം. പക്ഷേ ഇതെല്ലാം പുറത്തു വരും, ഇത് സംശയമൊന്നും വേണ്ട. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. BJP നേരിടാൻ കഴിയൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് ഇടതു പാർട്ടികളും എത്തിക്കഴിഞ്ഞു? അതോ കോൺഗ്രസ് ഉണ്ടെങ്കിൽ ഞങ്ങളില്ല എന്ന നിലപാടിലേക്ക് ഇനിയും വരുമോ? കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ആര് നേതാവായിട്ടും കാര്യമില്ല. ഇവിടെ കുറെ നേതാക്കന്മാരെ പേര് പറഞ്ഞു. ശ്രീമതി ഇന്ദിരാഗാന്ധി തിരിച്ചു വന്നാലും കോൺഗ്രസിന് രക്ഷയില്ല. കാരണം എന്താ, കോൺഗ്രസ് നയം തിരുത്തണം. ഇപ്പോൾ കോൺഗ്രസ് കേരളത്തിൽ KPCC പ്രസിഡന്റ് ഇല്ലാതെ, പൈലറ്റ് ഇല്ലാതെ വിമാനം പോയിക്കൊണ്ടിരിക്കുക. എവിടെയാ ചെന്ന് മുട്ടുകയെന്ന് പറയാൻ പറ്റില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയാണല്ലോ ഈ വിലക്കയറ്റവും ഈ പ്രശ്നവും ഈ ബാബരി മസ്ജിദ് പ്രശ്നം ഒക്കത്തിന് കാരണമായ നയം നടപ്പിലാക്കിയത്. ആ നയം ആദ്യം തിരുത്തട്ടെ കോൺഗ്രസ്. അത് തിരുത്താതെ കോൺഗ്രസ് ഇവിടെ പറഞ്ഞല്ലോ ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ന്യൂനപക്ഷങ്ങളുടെയും മതനിരപേക്ഷവാദികളുടെയും വോട്ടിനെ കുറിച്ച് MT രമേശ് പറഞ്ഞു. അഖിലാഖിനെ കൊലപ്പെടുത്തിയവർക്ക് അഖിലാഖിന്റെ വീട്ടിലുള്ള മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യോ? അഖിലാഖിന്റെ പ്രദേശത്തുള്ള മുസ്ലിം സ്ത്രീകൾ വോട്ട് ചെയ്യോ? ഇനി അങ്ങനെ വോട്ട് ചെയ്യുന്നതാണ് MT രമേശ് പറയുന്നത്. അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ ഒരു പേടിച്ച് വോട്ട് ചെയ്തിരിക്കും. നാളെ അവരുടെ വീട്ടിലുള്ള ഭർത്താക്കന്മാരുൾപ്പെടെ സ്ഥിതി ഇതാകുമെന്ന് പേടിച്ച് വോട്ട് ചെയ്തിരിക്കും. കള്ള കണക്ക് പ്രചരിപ്പിക്കുക. ഹിറ്റ്ലറുടെ പ്രിയപ്പെട്ട മന്ത്രി ഗീബൽസിന്റെ തന്ത്രം. ഒരു നുണ 1000 പേർ ഒരുപോലെ പറഞ്ഞാൽ സത്യമാണെന്ന് വരുത്തിത്തീർക്കുന്ന പച്ചക്കള്ളം പറയുക. MT രമേശ് ചർച്ച ചെയ്യുന്നത്, MT രമേശിന്റെ സംസാരം കേട്ടാ തോന്നും BJP ആണ് ഇതിന് നേതൃത്വം.